we will going to discuss about the essential elements of valid contract. In previous class, we already discussed about the contract, Indian Contract Act 1872. Then Indian Contract Act 1872, some essential requirements are needed for a valid contract. That are, first one, agreement. Agreement is equal to offer plus acceptance. In an agreement, we need two parties, an offerer and an offeree. The offerer and offeree is also known as promiser and promisee. Who is the promiser? The person who made the contract, the person who made the proposal is known as promiser, and promiser or offerer. Who is offeree? The person who accepts the offer is known as promisee or offeree. So, an agreement needed two parties. Both of the parties are made an agreement. Second one, free consent. An agreement becomes enforceable at law only if the consent of the concerned parties is free from any kind of pressure. മറ്റ് രീതിയിലുള്ള പ്രഷറുകളൊന്നുമില്ലാത്ത അഗ്രിമെന്റുകളാണ്, അല്ലെങ്കിൽ സമ്മതം നൽകുന്നതിൽ മറ്റു രീതിയിലുള്ള പ്രഷറുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. നോ കൊയേഷൻ, നോ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, നോ മിസ്റെപ്രസെന്റേഷൻ, നോ മിസ്റ്റേക്സ്, നോ ഫ്രോഡ്സ്. ഈ കാര്യങ്ങളൊന്നുമില്ലാത്ത സ്വതന്ത്രമായിട്ടുള്ള ഒരു സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, അത് കോൺട്രാക്റ്റ് ആവുള്ളൂ, അഗ്രിമെന്റ് ആവുള്ളൂ. അല്ലാത്ത പക്ഷം ഇറ്റ് വിൽ ബി വോയിഡ്. അതെന്താകും? അസാധുവാകും. ഫോർ എക്സാമ്പിൾ, എ വാണ്ട്സ് ടു ബൈ ബി's house, but B don't want to buy his house. A sent some rowdies to threaten him, and B, fear of this, because of the threaten, he agrees to sell his house. There is no free consent. There is no free consent. That contract will be void. Do you understand? Then, third essential is lawful object. Object of the contract. അതായത് കോൺട്രാക്ടിന്റെ ലക്ഷ്യം ലോഫുൾ ആയിരിക്കണം. മസ്റ്റ് ബി ലോഫുൾ. ഒബ്ജക്ട് ഓഫ് ദ കോൺട്രാക്ട് ഈസ് അൺലോഫുൾ. ദാറ്റ് കോൺട്രാക്ട് ഈസ് വോയിഡ് ആൻഡ് നോട്ട് എൻഫോഴ്സിബിൾ അറ്റ് ലോ. എല്ലാ കോൺട്രാക്റ്റുകളും നിയമപ്രകാരം എൻഫോഴ്സിബിൾ ആയിരിക്കണം. ബട്ട് ലോഫുൾ ഓബ്ജക്റ്റ് ഇല്ലാത്ത, ലക്ഷ്യം ഇല്ലീഗൽ ആണെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകളെ എന്ത് ചെയ്യാൻ പറ്റില്ല? കോൺട്രാക്റ്റുകളെ എൻഫോഴ്സിബിൾ ചെയ്യാൻ പറ്റില്ല. ഹെൻസ് ഇറ്റ് വിൽ ബി വോയിഡ്. ലോഫുൾ ഓബ്ജക്റ്റോട് കൂടിയിട്ടുള്ള നിയമപരമായ ലക്ഷ്യം ഉണ്ടായിരിക്കണം, നിയമപരമല്ലാത്ത ലക്ഷ്യങ്ങളുള്ള. ദെൻ നമ്മൾ ഇപ്പോ ഏതെങ്കിലും രീതിയിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ഇപ്പൊ നമ്മൾ എപ്പോഴും ഈ ഡ്രഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, അത് കടത്തുന്നു, ഇത് കടത്തുന്നു, അങ്ങനെയുള്ള ലോഫുൾ അല്ലാത്ത കാര്യങ്ങൾ ഒന്നും ഇതിൽ ഉൾപ്പെടില്ല, ഈ കോൺട്രാക്റ്റിൽ ഉൾപ്പെടില്ല. ഇതിന്റെ എസെൻഷ്യൽ എലമെന്റ് ആണ് ലോഫുൾ ഓബ്ജക്റ്റ്. അപ്പൊ ലോഫുൾ ഓബ്ജക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഹെൻസ് ഇറ്റ് വിൽ ബി വോയിഡ്. അതെന്തായി മാറും? വോയിഡ് ആയി മാറും, അസാധുവായി മാറും. ആൻഡ് നോട്ട് എൻഫോഴ്സിബിൾ അറ്റ് ലോ. ലോ പ്രകാരം എൻഫോഴ്സിബിലിറ്റി ഇല്ലാത്ത കാര്യമായി മാറും. സെക്ഷൻ 10 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ലോഫുൾ ഓബ്ജക്റ്റിനെ മാത്രമല്ല, എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്സിനെ കുറിച്ച് പറയുന്നത്. എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്സ് ആർ ഡീൽസ്
with the deals the section 10 of the Indian Contract Act 1872. Then നമ്മുടെ ഫോർത്ത് വൺ ആണ് lawful consideration. An agreement be enforceable by law must be supported with consideration. കൺസിഡറേഷൻ ഇല്ലാത്ത എഗ്രിമെന്റുകൾ ഒരു കാരണവശാലും കോൺട്രാക്ട് ആകില്ല. കൺസിഡറേഷൻ, വാട്ട് ഈസ് കൺസിഡറേഷൻ? കൺസിഡറേഷൻ മീൻസ് സംതിങ് ഫോർ സംതിങ് ഇൻ റിട്ടേൺ. എന്തെങ്കിലും ഒന്ന് തിരിച്ചു നൽകുക, എന്തെങ്കിലും, മണി ഓർ മണീസ് വർത്ത്, പണമാകാം അല്ലെങ്കിൽ പണത്തിന് തുല്യമായ എന്തെങ്കിലും തിരിച്ചു നൽകുമ്പോഴാണ് എന്താകുന്നുള്ളൂ, അതൊരു അഗ്രിമെന്റ് ആകുന്നുള്ളൂ. അപ്പോൾ ബോത്ത് ഓഫ് ദ പാർട്ടീസും ഓഫററും ഓഫറിയും ഓഫർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മണീസ് വർത്ത്, അതായത് ആ ഓഫർ ചെയ്യുന്നതിന്റെ പ്രൈസ് ആണ് എന്തെന്ന് പറയുന്നത് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു മണീസ് വರ್ತോ അല്ലെങ്കിൽ മണിയോ, പണമോ പണത്തിന് തത്തുല്യമായ മറ്റെന്തെങ്കിലുമോ എന്ത് ചെയ്തിരിക്കണം, തിരിച്ച് നൽകിയിരിക്കണം. എങ്കിലേ അതെന്താകുന്നുള്ളൂ, ഒരു അഗ്രിമെന്റ് ആകുന്നുള്ളൂ. എങ്കിലേ അതെന്താകൂ, അതൊരു കോൺട്രാക്ട് ആകുന്നുള്ളൂ. നോ കൺസിഡറേഷൻ, നോ അഗ്രിമെന്റ്. അഗ്രിമെന്റ് ഇല്ലാത്ത, അല്ല, കൺസിഡറേഷൻ ഇല്ലാത്ത ഒരു കാര്യങ്ങളും എന്താകുന്നില്ല, അഗ്രിമെന്റുകൾ ആകുന്നില്ല. സോ സംതിങ് ഫോർ സംതിങ് ഇൻ റിട്ടേൺ, ദാറ്റ് മീൻസ് കൺസിഡറേഷൻ. നോ കൺസിഡറേഷൻ, നോ അഗ്രിമെന്റ്. ദെൻ ഫിഫ്ത്ത് എസെൻഷ്യൽ, certainty of terms. Terms and conditions of the agreement must be clear and certain. Certain ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. എന്താണ് അതിലെ ടേംസ്? ആ ടേംസ് എല്ലാവർക്കും മനസ്സിലാകുന്നതും നടപ്പാക്കാൻ കഴിയുന്നതുമായിരിക്കണം. ക്ലിയർ ആൻഡ് certain. The terms of the agreement must be clear and certain. Next, consciences ad idem. We discussed it in the previous class, the consciences ad idem, identity of mind. Do you remember it? Consciences ad idem means the both of the parties of the contract must agree upon the subject matter in the same manner, in the same sense. ഒരേ അർത്ഥത്തിലും ഒരേ രീതിയിലും രണ്ടു കൂട്ടരും, ബോത്ത് ഓഫ് ദ പാർട്ടീസ്, രണ്ടു കൂട്ടരും എന്തിനെ മനസ്സിലാക്കണം, അതിന്റെ സബ്ജക്ട് മാറ്റർ. സബ്ജക്ട് മാറ്റർ മീൻസ് അതിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർ രണ്ടു കൂട്ടരും മനസ്സിലാക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് കോൺഷ്യൻസസ് ആഡ് ഇഡിയം അഥവാ ഐഡന്റിറ്റി ഓഫ് മൈൻഡ്. ഇത് നെക്സ്റ്റ് എസെൻഷ്യൽ ആണ്. എന്തിന്റെ? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, വാലിഡ് കോൺട്രാക്ടിന്റെ. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 പ്രകാരം, അതിൽ സെക്ഷൻ 10 പ്രകാരം വാലിഡ് കോൺട്രാക്ടിന്റെ എസെൻഷ്യൽസിൽ പെടുന്ന മറ്റൊന്നാണ് എന്ത്? കോൺഷ്യൻസസ് ആഡ് ഇഡിയം. ദ നെക്സ്റ്റ് വൺ, പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, പെർഫോം ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടും. പെർഫോം ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ ചന്ദ്രനെ പിടിച്ചു തരാം, അങ്ങനെ ഒരു കോൺട്രാക്ട് വെക്കാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ സൂപ്പർസ്റ്റിഷ്യസ് പവറാണ്. അത് അങ്ങനത്തെ രീതിയിലുള്ള കോൺട്രാക്റ്റുകൾ ഒരിക്കലും കോൺട്രാക്റ്റുകളാവില്ല. പെർഫോം ചെയ്യാൻ പറ്റണം. ആ പെർഫോമൻസ് ഉള്ള കോൺട്രാക്റ്റുകളെ മാത്രമേ, അല്ലെങ്കിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന അഗ്രിമെന്റുകളെ മാത്രമേ കോൺട്രാക്റ്റുകളാക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അത് ഇറ്റ്സെൽഫ് വോയിഡ് എന്ന് പറഞ്ഞാൽ അസാധുവാകും. അസാധു ആയി തീർന്നാൽ പിന്നെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ലീഗലി എൻഫോഴ്സിബിൾ ആക്കാൻ പറ്റില്ല. പിന്നീട് അത് ലീഗലി എൻഫോഴ്സിബിൾ ആവുകയാണെങ്കിൽ ഡിഫീറ്റ് ദ ഇഫ് ലീഗലി എൻഫോഴ്സിബിൾ then that term is defeated the provisions of law. എപ്പോഴെങ്കിലും കോർട്ടിൽ സ്യൂ ചെയ്യപ്പെടുകയൊക്കെ ആണെങ്കിൽ അത് എന്ത് ചെയ്യപ്പെടും, അത് കേസാവും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ലീഗലി എൻഫോഴ്സിബിൾ ആവണമെങ്കിൽ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഉള്ള കോൺട്രാക്റ്റുകൾ ആയിരിക്കണം. കോമ്പിറ്റൻസി ഓഫ് ദ പാർട്ടീസ്. കോമ്പിറ്റൻസി ഓഫ് ദ പാർട്ടീസ് deals the section 11 of the Indian Contract Act 1872. Every person in the contract is competent to enter a contract who is the age of majority, sound mind,
ഡിസ്ക്വാളിഫൈഡ് ബൈ എനി അതർ ലോ. സൗണ്ട് മൈൻഡ്, നല്ല ബുദ്ധിയുള്ള ആളുകൾക്ക്, അതായത് മാനസികമായിട്ടോ അൺസൗണ്ടഡ് മൈൻഡ്സ് എന്ന് പറയും, ലുനാറ്റിക് അങ്ങനെയുള്ള ആളുകൾക്ക്, ഭ്രാന്തുള്ള ആളുകൾ, മാനസിക അസ്വാസ്ഥ്യമുള്ള ആളുകൾ, ഡ്രങ്കാർഡ്സ്, ഇവരൊന്നുമല്ലാതെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത ആളുകൾ, അവരാണ് സൗണ്ട് മൈൻഡഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏജ് ഓഫ് മെജോറിറ്റി, മൈനർ ആയിട്ടുള്ള ആളുകൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല ഒരു കോൺട്രാക്റ്റിൽ. സൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ, അൺസൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾക്ക് പറ്റില്ല. അതുപോലെ ഡിസ്ക്വാളിഫൈഡ് എനി ലോ, ഏതെങ്കിലും നിയമപ്രകാരം ഇത്ര മാസത്തിനോ അല്ലെങ്കിൽ ഇത്ര വർഷത്തിനോ നിങ്ങൾ ഒരു കോൺട്രാക്റ്റിലും എൻ്റർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതാണ് കോമ്പിറ്റൻസി ടു എൻ്റർ എ കോൺട്രാക്ട്. ദെൻ നെക്സ്റ്റ് ആണ് കോംപ്ലിയൻസ് ഓഫ് ലീഗൽ ഫോർമാലിറ്റീസ്. ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് പ്രിസ്ക്രൈബ്ഡ് മാനറിലായിരിക്കണം. ലീഗലി പറഞ്ഞിട്ടില്ല, ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം ചെയ്തിരിക്കണം ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ. ഒരു എക്സാമ്പിൾ സഹിതം പറയാം. ഫോർ എക്സാമ്പിൾ, ആർബിട്രേഷൻ അഗ്രിമെന്റുകളൊക്കെ റിട്ടൺ അഗ്രിമെന്റുകളായിരിക്കണം, ഒരിക്കലും ഓറൽ ആയിരിക്കരുത്. ചില അഗ്രിമെന്റുകൾ ഓറൽ ആവാം, പക്ഷെ ആർബിട്രേഷൻ അഗ്രിമെന്റുകൾ എന്തായിരിക്കണം? റിട്ടൺ ആയിരിക്കണം. അത് ഓറൽ ആണെങ്കിൽ അത് എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും, നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. ദെൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് അഗ്രിമെന്റ്, അത് രജിസ്റ്റർ ചെയ്യണം, ഇറ്റ്സ് കമ്പൽസറി, അതർവൈസ് ഇറ്റ് ഇസ് വോയിഡ്, നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. ഇത്രയാണ് നമുക്ക് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് അഗ്രിമെന്റ്സിൽ അല്ലെങ്കിൽ വാലിഡ് കോൺട്രാക്റ്റിൽ പറയാനുള്ളത്. ദീസ് ആർ ഓൾ ദ തിങ്സ് ദാറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ അല്ലെങ്കിൽ റിക്വയർഡ് ഫോർ ദ വാലിഡ് കോൺട്രാക്ട്. Classifications of contracts. Classifications are broadly in 3 types. First one, enforceability or validity. Second one, mode of creation or formation. Third one, execution or performance. Enforceability or validity is also divided into 4. A, valid contract. B, void contracts. C, voidable contracts. D, unenforceable contract. Mode of creation or formation is also divided into 3. A, express contract. B, implied contract. C, quasi contract. Then third one, execution or performance. These classified into 4. A, executed contract. B, executory contract. C, unilateral contract. D, bilateral contract. Then the classifications are discussed in the next class. Okay, bye, thank you, see you.